നമുക്ക് ബാലിന്റെ കോമഡിയുടെ നാളത്തെ നല്ലൊരു കഥ ആയിട്ടാലോ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ ഒടുവില് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയായിപ്പോയി ഗോമതിക്ക് വേണ്ടിയിട്ട് ഇന്ദിരാമ വാദിക്കുന്നുണ്ട് സിയയോട്. എന്റെ മോൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല, സ്വന്തം മകളെ പോലെയാണ് അവള് മരുമകളെ കണ്ടേ. നിങ്ങൾക്ക് ഇതൊക്കെ പറയാൻ എളുപ്പമാ അമ്മ, പക്ഷേങ്കില് നിങ്ങളുടെ മകൾ അങ്ങനെ കരുതിയിരുന്നെങ്കിൽ ഇന്നിപ്പൊ ഇങ്ങനെ സംഭവിക്കില്ലായിരുന്നു. പാവം പിടിച്ച ഒരു പെൺകുട്ടിയെ ഇവിടെ ഇട്ട് പീഡിപ്പിച്ച് അവൾക്ക് നേരെ ചൊവ്വ ആഹാരം പോലും കൊടുക്കാതെ അവളെ ഇവിടുന്ന് പടിയിറക്കി വിട്ടില്ലേ. പോരാത്തേന് അവൾക്ക് ഡിവോഴ്സ് നോട്ടീസ് അയച്ചില്ലേന്ന് ചോദിച്ചു. ഡിവോഴ്സ് നോട്ടീസോ? ഇന്ദിരാമ ഞെട്ടിപ്പോയി. അപ്പോഴേക്കും ഗോമതി പറഞ്ഞു, അമ്മ അത് പിന്നെ ആനന്ദ് അവൾക്ക് ഡിവോഴ്സ് നോട്ടീസ് അയച്ചായിരുന്നു, ഞങ്ങളിതൊന്നും അറിഞ്ഞ കാര്യമല്ല. അപ്പോഴാണ് ഇന്ദിരാമയെ കാര്യങ്ങളൊക്കെ അറിയുന്നത്. അപ്പോഴേക്കും രാജശ്രീക്ക് അങ്ങോട്ട് ഇറങ്ങി വന്നു. ഇന്ദിരാമയാണ് ആകെപ്പാടെ വിഷമിച്ച് നിൽക്കുക. ഇന്ദിരാമ പറഞ്ഞു, മാഡം എൻ്റെ മോളെ കൊണ്ടുപോകരുത്, അവരൊന്നും ഒരു തെറ്റും ചെയ്തിട്ടില്ല. അതെ, നിങ്ങളിപ്പോൾ ഈ പറയുന്നുണ്ടല്ലോ, നിങ്ങൾ കുറെ കാര്യങ്ങൾ പറഞ്ഞു, നിങ്ങളുടെ മകൾക്ക് നല്ല ബുദ്ധി ഉപദേശിച്ചു കൊടുക്കുമായിരുന്നെങ്കിലേ ഇന്ന് ഇവള് ഇങ്ങനെ നിൽക്കേണ്ട വരത്തില്ലായിരുന്നു. അല്ല, നിങ്ങളും ഒരമ്മയല്ലേ, നിങ്ങൾക്കും അറിയാലോ. അതുപോലെ തന്നെ നിങ്ങളുടെ മകളല്ലേ ഇത്. നിങ്ങളുടെ മകൾക്കായി ഗതികേടുണ്ടായിരുന്നെ നിങ്ങൾ എന്ത് ചെയ്താനും. നിങ്ങളൊരു പെറ്റമ്മയായിട്ട് നിങ്ങളിപ്പോൾ ഇങ്ങനെ പറയുന്നു. നിങ്ങളുടെ മകൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തില്ല, അതുകൊണ്ടാണ് പാവം പിടിച്ചൊരു പെങ്കൊച്ചിനെ അങ്ങനെ ക്രൂരമായിട്ട് പീഡിപ്പിച്ചേ. അപ്പോഴേക്കും മിത്ര പറഞ്ഞു, അങ്ങനെയൊന്നുമില്ല മാഡം, ഞാനും അപ്പച്ചിയുടെ മരുമോള് തന്നെയാ. അല്ല, നിങ്ങൾ തമ്മിൽ എന്താ ബന്ധം? അപ്പച്ചി അത് പിന്നെ എൻ്റെ അമ്മയുടെ അല്ല എൻ്റെ അച്ഛൻ്റെ പെങ്ങളാന്ന് പറഞ്ഞു. ഓ, അപ്പം അതാണ് നിങ്ങളോടൊന്നും കാണിക്കാതിരുന്നേന്ന് പറഞ്ഞു. അല്ല, പിന്നെ ഒരാളും കൂടെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. അത് മീനാക്ഷി ചേച്ചി ജോലിക്ക് പോയിക്കുക. അവരുടെ പേരെന്താണേലും ഇല്ല എന്ന് പറഞ്ഞു. തൽക്കാലം വന്ന് വണ്ടിയിലേക്ക് കയറാൻ നോക്ക്. ഇന്ദിരാമയൊക്കെ തടഞ്ഞെങ്കിലും അതൊക്കെ എതിർത്തുകൊണ്ട് അങ്ങനെ ഗോമതിയൊക്കെ പിടിച്ച് ജീപ്പിലേക്ക് കയറ്റുവാണ്. അപ്പോഴേക്കും ഇന്ദിരാമ പറഞ്ഞു, വേണ്ടാന്ന് പറഞ്ഞ് എതിർക്കുന്നുണ്ട്. അങ്ങനെ വണ്ടി പോലീസ് ജീപ്പ് അങ്ങോട്ട് പാഞ്ഞു പോയി അവരെയും കൊണ്ട്. ആ സമയത്ത് നന്ദിതയ്ക്കൊക്കെ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. വല്ലാത്തൊരവസ്ഥ നിൽക്കുമ്പോൾ രാജശ്രീ പറഞ്ഞു, കിട്ടാനുള്ളത് കിട്ടി. എന്തൊരു അഹങ്കാരമായിരുന്നു ഗോമതിക്ക്. വന്ന് കഴിഞ്ഞപ്പം തൻ്റെ മരുമകള് വലിയ കോടീശ്വരിയാണ്, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞു ഇരുന്നിട്ട്. അപ്പോഴേക്കും നന്ദിത പറഞ്ഞു, രാജശ്രീ ഇപ്പൊ ഈ സമയത്താണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. പിന്നെ എന്താണ് ദേവമംഗലക്കാർക്കിട്ട് നല്ല പണി തന്നെയാ, ഓരോ ദിവസം കിട്ടിക്കൊണ്ടിരിക്കുന്നേ. ആദ്യം ധർമ്മ പണി കൊടുത്തു, ഇപ്പോഴാണ്ട് ദൈവം തമ്പരാനായിട്ട് പണി കൊടുത്തിരിക്കുക ശ്രീദേവിയുടെ രൂപത്തില്. അവളെന്താണ് പരാതി കൊടുത്ത് നന്നായി. ഇനി കുറച്ചകത്ത് കിടക്കട്ടെ. ഇവര് മാത്രമായിരിക്കില്ല, ആ ഗോമതി സ്റ്റോഴ്സ് ബാലിനെയൊക്കെ പിടിക്കുന്നുണ്ടായിരിക്കും എന്ന് പറഞ്ഞു. ഇന്ദിരാമ പറഞ്ഞു, നീ ഒന്നും മിണ്ടാതിരിക്കുക. രാജശ്രീ, നിനക്ക് എങ്ങനെ ഇങ്ങനെ ദുഷ്ടതയോടെ സംസാരിക്കാൻ പറ്റുന്നു? നന്ദിതിക്ക് ടെൻഷനാ. മിത്രയും കൊണ്ടുപോയിട്ടില്ലേ. ദൈവമേ, എൻ്റെ മോളൊന്നും ഒരു തെറ്റും ചെയ്തിട്ടില്ല, എന്നാലും ശ്രീദേവി എന്തിനിങ്ങനെ ഒരു പരാതി കൊടുത്തു? പിന്നെ അവള് പരാതി കൊടുക്കാതിരിക്കുവോ? ഇത്രയും നാൾ ഇവിടെ നിന്നിട്ട് ഒരു ദിവസം ആട്ടി പുറത്താക്കിയാൽ പിന്നെ സഹിക്കാൻ പറ്റുമോ? ഇന്ദിരാമ പറഞ്ഞു, എന്നാലും അവളും അവളുടെ കുടുംബം ചെയ്ത ചതി, എന്നിട്ടോ എൻ്റെ മോളുടെയൊക്കെ പേര് പരാതി കൊടുത്തിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്ദിരാമ പൊട്ടിക്കരയാണ്. ആ സമയത്ത് ബാലനെ ആനന്ദിനെയൊക്കെ പോലീസ് ജീപ്പിലേക്ക് കയറ്റി. ആനന്ദൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയണ്ടായിരുന്നില്ല. അങ്ങനെ ഒടുവിൽ അവരെയും കൊണ്ട് അങ്ങോട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് വരുവാണ് SI. പോലീസ് സ്റ്റേഷനിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ആനന്ദ് പറഞ്ഞു, മാഡം ഞാൻ തെറ്റും ചെയ്തിട്ടില്ല, ഇവരുടെ കള്ള പരാതിയാണ്, അതിന്റെ പേരിൽ ഞങ്ങളെ അറസ്റ്റ് ചെയ്യേണ്ട കാര്യമൊന്നും ഇല്ലാന്ന് പറഞ്ഞു. അവിടെ അടങ്ങി നിൽക്കടാ, നിനക്ക് എന്താടാ അത്? മാഡം വെറുതെ അനാവശ്യമായിട്ട് കേസ് എടുക്കുന്ന എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആനന്ദ് ദേഷ്യപ്പെടുമ്പോഴത്തേനും SI പറഞ്ഞു, ഓ നീ ആള് കൊള്ളാലോ, നീ ഇപ്പം ഇവിടെ ഇങ്ങനെയാണെങ്കിൽ അപ്പം നിന്റെ ഭാര്യയോട് എങ്ങനെയായിരിക്കും നീ പെരുമാറിയിട്ടുണ്ടായിരിക്കാം. വെറുതെ അല്ല ആ പെങ്കൊച്ച് ജീവനും കൊണ്ട് പോയത്. എടാ, നീ ആ പെങ്കൊച്ചിനെ പീഡിപ്പിച്ചിട്ട് ഓടിച്ചല്ലേ, അതിന് സ്വസ്ഥതയെ സമാധാനം കൊടുക്കാതെ. ബാലൻ പറഞ്ഞു, അങ്ങനെയൊന്നുമില്ല മാഡം, ഒരു തെറ്റും ചെയ്തിട്ടില്ല, നിങ്ങളും മിണ്ടരുത്. ആ കൊച്ചു വീട്ടിൽ കിടന്ന് ജോലി ചെയ്യുന്ന പോരാഞ്ഞിട്ട് കടയിലും കൂടെ കൊണ്ട് അതിനെ ജോലി ചെയ്യിച്ചില്ലേ. പിന്നെ കുറെ കാലം നിങ്ങളുടെ വീട്ടില് ഈ പറയുന്ന നിങ്ങളുടെ ഭാര്യയുടെ ഒരു സഹോദരൻ ഉണ്ടായിരുന്നല്ലോ, അയാളിപ്പോൾ ഇല്ലെന്ന് ചോദിച്ചു. അത് പിന്നെ ധർമ്മൻ വീട്ടിൽ നിന്ന് മാറിയെന്ന് പറഞ്ഞു. എന്തുകൊണ്ടാ മാറിയെന്ന് ചോദിച്ചു. അല്ലാതെ കുറച്ച് പ്രശ്നങ്ങൾ, അയാൾക്ക് ശമ്പളം കൊടുക്കാൻ നിങ്ങൾ ആ വീട്ടിൽ ഇട്ടിരിക്കുവായിരുന്നല്ലേ. നാണം ഉണ്ടോ എന്നിട്ട് നിങ്ങൾക്ക്? എന്താണെങ്കിലും ബാക്കിയുള്ളവരും കൂടെ വരട്ടെ, അതിന് കഴിഞ്ഞ് തീരുമാനിക്കാന്ന് പറഞ്ഞു. അല്ല മാഡം, ആരാ? നിങ്ങളുടെ ഭാര്യയൊക്കെ കൂട്ടിക്കൊണ്ട് വരാനായിട്ട് വേറെ ടീം പോയിട്ടുണ്ടെന്ന് പറഞ്ഞു. സിയെയും കൂട്ടം കൂടെ ഇപ്പം തന്നെ എത്തുമെന്ന് പറഞ്ഞു. അങ്ങനെ അവര് നിൽക്കുന്ന സമയത്താണ് സിയെയും ബാക്കി പോലീസുകാരും കൂടെ ഗോമതിയെയും മിത്രയും അനുവിനെയും ഒക്കെ കൂട്ടിക്കൊണ്ട് വരുന്നത്. ആ കാഴ്ച കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ബാലനൊക്കെ ഞെട്ടിപ്പോയി.
ബാലിനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ബാലേട്ടാന്ന് പറഞ്ഞൊരു ഗോമതി അങ്ങോട്ട് ഓടി വന്നു. അവിടെ നിക്കടീന്നും പറഞ്ഞോണ്ട് എസ് ഐ തടയുവാണ്. എങ്ങോട്ടാ ഓടിക്കയറി പോണേന്ന് ചോദിച്ചു. അവ നിന്നാ മതി, ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ വ്യക്തമായിട്ടുള്ള ഉത്തരം കിട്ടണം. ഈ സമയത്ത് ഗോമതിയും അതുപോലെ തന്നെ ബാലനെയൊക്കെ വന്ന് പോലീസ് അറസ്റ്റ് ചെയ്തോണ്ട് പോയെന്നുള്ള കാര്യങ്ങളൊക്കെ ശ്രീകല അറിഞ്ഞു. ശ്രീകലയ്ക്ക് ഭയങ്കര സന്തോഷം. ശ്രീകല ഉദയഭാനിൻ്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, അച്ഛാ നമ്മൾ ഉദയേട്ടാ നമ്മൾ ഉദ്ദേശിച്ച പോലെയൊക്കെ കാര്യങ്ങൾ നടക്കുന്നുണ്ടല്ലേ? അങ്ങനെ തന്നെ വേണം. കണ്ടോ, ഈ പറയുന്ന ബാലനും ഗോമതിയൊക്കെ നമ്മുടെ കാലിൽ വീണോണ്ട് വരും. നമ്മുടെ മോളെ തിരികെ അങ്ങോട്ടേക്ക് വിളിക്കും. ദേ ശ്രീകല അങ്ങനെ നടക്കുമല്ലോ അല്ലേ? ഉദയേട്ടൻ എന്താ ഇങ്ങനെ നെഗറ്റീവ് അടിക്കുന്നേ? നടക്കും. ഇതേ നടന്നില്ലെങ്കിലുണ്ടല്ലോ, സത്യങ്ങളൊക്കെ പുറത്തു വന്നാൽ പിന്നെ നമുക്ക് ഒരു നിലനിൽപ്പുണ്ടാകത്തില്ല. നമ്മുടെ കാര്യം തീർന്നത് കൂട്ടിയാൽ മതി. പിന്നെ ദേവമോളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലായിരിക്കും കാര്യങ്ങൾ. അവളോട് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞോളാം. എൻ്റെ മകളവള്, ഞാൻ പറഞ്ഞ അവൾ അനുസരിക്കുമെന്ന് പറഞ്ഞു. അനുസരിക്കണമെന്ന് പറഞ്ഞു. പിന്നീട് രാമേട്ടൻ വിളിച്ച് ആരിനോട് കാര്യങ്ങൾ പറയണം. അപ്പോഴാണ് ആരും കാര്യങ്ങളൊക്കെ അറിയണേ. അപ്പം ആരിനെ ആകാശിനും കൂടെ പോലീസ് അന്വേഷിക്കുന്നുണ്ടെന്നുള്ള കാര്യം പറയണം. പെട്ടെന്ന് തന്നെ ആകാശ് മീനുവിനെ വിളിച്ചു. മീനുവിനോട് കാര്യങ്ങൾ പറഞ്ഞു. മീനുവിനും വല്ലാത്തൊരു ഞെട്ടലായിരുന്നു. ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമായിരുന്നല്ലോ അത്. മീനു പെട്ടെന്ന് എന്ത് ചെയ്തു? ഇത് ശ്രീദേവിയുടെ അറിഞ്ഞ കാര്യമാണോന്ന് അറിയത്തില്ല. ഈ സമയത്ത് ശ്രീദേവിക്ക് എന്തൊക്കെയോ സംശയങ്ങൾ തോന്നി. അച്ഛനും അമ്മയും തമ്മിലുള്ള സംസാരത്തിൽ എന്തോ പോലീസ് കേസിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ദൈവമേ, ഇനിയിപ്പോൾ ഇവർ വല്ല കംപ്ലൈന്റ് കൊടുക്കാൻ പോയതാണോ എന്നൊരു ചിന്തയുണ്ടായി. ശ്രീദേവി എന്ത് ചെയ്തു? മീനാക്ഷിയെ വിളിക്കുകയാണ്. ആദ്യം വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേനും മീനാക്ഷി ദേഷ്യം കൊണ്ട് കട്ട് ചെയ്തു. ശ്രീദേവി എടുത്ത് എന്നാലും ഇങ്ങനെ ഒരു പരാതി കൊടുക്കാൻ പാടില്ലെന്നൊരു ചിന്തയായിരുന്നു. 2-3 പ്രാവശ്യം വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ശ്രീദേവിയുടെ കോള് മീനു എടുക്കുകയാണ്. എന്താന്ന് ചോദിച്ചു. അപ്പോഴേക്കും എന്താ മീനെന്ന് ഇങ്ങനെ? എന്താളും ശ്രീദേവിച്ച് ഇങ്ങനെ ഒരു ചതി ചെയ്യാൻ പാടില്ലായിരുന്നു. ചതി എന്നോ? എന്ത് ചതി എന്നാ പറഞ്ഞേ? അപ്പോൾ ഒന്നും അറിഞ്ഞില്ലല്ലോ എന്ന് ചോദിച്ചു. അതെ, അച്ഛനും അമ്മയ്ക്കും അതുപോലെ തന്നെ ആനന്ദേണ്ണും എല്ലാവർക്കും എതിരായിട്ട് എന്തിനേറെ പറയുന്നു. ആകാശിനും അനുവിനും ഒക്കെ എതിരായിട്ട് പരാതി കൊടുക്കേണ്ട കാര്യമില്ല. ശ്രീദേവി ചേച്ചി ആ വീട്ടിലിട്ട് പീഡിപ്പിച്ചെന്നും പറഞ്ഞുകൊണ്ട്. പീഡിപ്പിച്ചെന്ന്? ആര് പീഡിപ്പിച്ചെന്ന്? ഇതേ ശ്രീദേവി ചേച്ചിയുടെ പോലീസ് സ്റ്റേഷൻ കംപ്ലൈന്റ് കൊടുത്ത ഞാൻ അറിഞ്ഞിട്ട് പോലും ഇല്ല മീനു എന്ന് പറഞ്ഞു. അറിഞ്ഞില്ലെന്നോ? അതെ. എങ്കിൽ പിന്നെ ശ്രീദേവി ചേച്ചി അച്ഛനും അമ്മയും ആയിരിക്കും എന്ന് പറഞ്ഞു. എനിക്കും അറിയില്ല. ശ്രീദേവിക്ക് ആകെപ്പാടെ എന്ത് ചെയ്യണമെന്നറിയില്ല. ശ്രീദേവി പെട്ടെന്ന് തന്നെ കോള് കട്ട് ചെയ്തു. മീനുവിൻ്റെ ഒരു കാര്യം മനസ്സിലായി. ഇത് ആ ഉദയഭാനുവിൻ്റെ ശ്രീകലയുടെ പണിയാണ്. ശ്രീദേവി അടുത്തേക്ക് ഒരു പക്ഷെ അറിയത്തുണ്ടായിരിക്കില്ല. അപ്പോഴേക്കും ആരിനും ആകാശം കൂടെ മീനുവിൻ്റെ അടുത്തേക്ക് വന്നു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ മീനു കാര്യം പറഞ്ഞു. ഇത് ശ്രീദേവി ചേച്ചി അറിഞ്ഞിട്ടുള്ള കാര്യമല്ല. അതൊക്കെ അവരുടെ നമ്പരാ. എല്ലാം അവർ ചെയ്യുന്ന കാര്യങ്ങളാ. അച്ഛനും അമ്മയ്ക്കും അങ്ങനെ ഒരു പോറലും സംഭവിച്ചാൽ എൻ്റെ അച്ഛനും അമ്മയും എങ്ങാനും സ്റ്റേഷനിൽ നിൽക്കേണ്ട വന്നിട്ടുണ്ടോ? ഒന്നിനും ഞാൻ വെറുതെ എടുത്തില്ല. ആരിനെ ഭ്രാന്ത് പിടിച്ച പോലെ തോന്നി. ഞാൻ എന്താണല്ലോ അങ്ങോട്ട് പോകാൻ പോവാ. അപ്പോഴേക്കും മീനു പറഞ്ഞു, ആര്യ വെറുതെ ഇപ്പം ചെന്ന് കയറി കൊടുക്കരുത്. അല്ലെങ്കിലും ആരിനും ആകാശിനെ അന്വേഷിക്കുന്നുണ്ട്. ഒരു കാര്യം ചെയ്യാം, തൽക്കാലത്തേക്ക് ഞാൻ ഒരു വക്കീലിനായാലും പോയി കാണാമെന്ന് പറഞ്ഞു. എന്താ എങ്ങനെയാണെന്ന് അറിയില്ലല്ലോ എന്ന് പറഞ്ഞു. ഗാർഹിക പീഡനാണ്, ഉദ്ദേശിച്ച പോലെ ഒന്നും അല്ല കാര്യങ്ങൾ. നമ്മൾ ഉദ്ദേശിച്ച പോലെ ഒന്നും കാര്യങ്ങൾ നടക്കില്ല എന്ന് പറഞ്ഞു. എന്താണെങ്കിലും ശരി, ഇതങ്ങനെ വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. ഒടുവിൽ മീനു തന്നെ എന്ത് ചെയ്തു? വക്കീലിനെ കാണാൻ പോകാൻ തീരുമാനിക്കുകയാണ്. എത്രയും പെട്ടെന്ന് സ്റ്റേഷനിലേക്ക് പോകണം, അല്ലെങ്കിൽ പണി വാളുമെന്നുള്ള കാര്യം മീനുവിന് മനസ്സിലായി. ആ സമയത്ത് ശ്രീദേവി ദേഷ്യത്തോട് കൂടിയിട്ട് ഉദയഭാനുവിൻ്റെ ശ്രീകല അടുത്തേക്ക് ചെല്ലുകയാണ്. എന്താണെങ്കിലും അവസാനം വാദി പ്രതിയാവാൻ പോവുക. ശ്രീദേവി വെറുതെ ഇരിക്കുമോ? തൻ്റെ അച്ഛനെയും അമ്മയും, അതായത് ബാലനെയും ഗോമതിയും രക്ഷിക്കാനോ ശ്രീദേവി ശ്രമിക്കുള്ളൂ. അതിൻ്റെ കഥകൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.